ആലപ്പുഴയിൽ +2 വിദ്യാർത്ഥിനിയായ 17-കാരിയുടെ മരണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. +2 വിദ്യാർത്ഥിനി മരിക്കുമ്പോൾ ഗർഭിണിയായിരുന്നു. ഈ ഗർഭസ്ഥ ശിശുവിന്റെ പിതാവ് സഹപാഠി തന്നെയാണെന്നാണ് ഇപ്പോൾ DNA ഫലം വ്യക്തമാക്കുന്നത്. പെൺകുട്ടിയുടെ മരണത്തിന് ശേഷം സഹപാഠിയായ ആലപ്പുഴ നൂർനാട് സ്വദേശിയായ അഖിലിനെ പോക്സോ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 18 വയസ്സും 6 മാസവുമാണ് ഇയാളുടെ പ്രായമെന്നാണ് പോലീസ് പറയുന്നത്. പെൺകുട്ടിയെ വീട്ടിലെത്തി ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സഹപാഠി മൊഴി നൽകിയിരുന്നു. പെൺകുട്ടിയുടെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് എത്തിയതെന്നും 18-കാരൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പ്രതിക്ക് പ്രായപൂർത്തിയായി 6 മാസം പിന്നിട്ടതാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ടോ അല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെയോ പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ തീരുമാനം. കഴിഞ്ഞ മാസമായിരുന്നു +2 വിദ്യാർത്ഥിനിയായ 17-കാരിയെ പനിയെ തുടർന്ന് അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്നാണ് ഒരു മരണം സംഭവിച്ചത്. പെൺകുട്ടിയുടെ ആരോഗ്യനില മോശമായത് ആത്മഹത്യാ ശ്രമത്തിന് പിന്നാലെയാണെന്നാണ് പോലീസ് ആദ്യം തന്നെ കണ്ടെത്തിയിരുന്നത്. പെൺകുട്ടിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കുട്ടി എഴുതിയെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിരുന്നു. പനി ബാധിച്ച് മരിച്ച ഈ വിദ്യാർത്ഥിനി 5 മാസം ഗർഭിണിയായിരുന്നു എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പോലീസിന് മനസ്സിലായത്. അതോടുകൂടിയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതും. പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ലഭിച്ച കത്തിൽ മാതാപിതാക്കളോടുള്ള ക്ഷമാപണത്തിന്റെ സ്വഭാവം ഉണ്ടായിരുന്നു എന്നാണ് അന്ന് തന്നെ പുറത്തു വന്ന റിപ്പോർട്ട്. കത്തിൽ മറ്റാരുടെയും പേര് പരാമർശിച്ചിരുന്നില്ല. പെൺകുട്ടിയുമായി ബന്ധമുണ്ടായിരുന്ന സഹപാഠിയായിരുന്ന അഖിലിനെ അന്ന് തന്നെ പോലീസ് ചോദ്യം ചെയ്തു വരികയായിരുന്നു. തങ്ങൾ പ്രണയത്തിലായിരുന്നുവെന്ന് സഹപാഠി മൊഴി നൽകിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ ഗർഭസ്ഥ ശിശുവിന്റെ പ്രതിത്വം തെളിയിക്കാനുള്ള DNA പരിശോധനയ്ക്കായി സഹപാഠിയായിരുന്ന അഖിലിന്റെ രക്തസാമ്പിൾ അന്ന് തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു. ഇതോടെയാണ് ഇപ്പോൾ ഫലം വന്നപ്പോൾ ഗർഭശിശുവിന്റെ പിതാവ് സഹപാഠിയാണെന്ന് ഇപ്പോൾ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. പെൺകുട്ടിയുടെ ബാഗിൽ നിന്നാണ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത്. അച്ഛനും അമ്മയും ക്ഷമിക്കണമെന്നാണ് ആ കുറിപ്പിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്. തന്നെ ഒരു അധ്യാപികയെ കാണണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹമെന്നും അത് സാധിക്കാതെ പോലുള്ള വിഷമവും കുറിപ്പിൽ പങ്കുവച്ചിട്ടുണ്ട്. അമിത അളവിൽ ചില മരുന്നുകൾ പെൺകുട്ടിയുടെ ശരീരത്തിൽ എത്തിയതായി സംശയമുണ്ടായിരുന്നു. മരണത്തിൽ അസ്വാഭാവികത ഉള്ളതിനാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ പെൺകുട്ടി 5 മാസം ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത്. ഇതോടെയാണ് സംഭവത്തിൽ പോക്സോ വകുപ്പുകളടക്കം ചുമത്തി പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചത്. ഗർഭിണിയായെന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി ആത്മഹത്യാ ശ്രമത്തിന് പിന്നാലെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് പനി പിടിക്കുകയും പിന്നീട് മരിക്കുകയും ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും പ്രതിയെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ തന്നെ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്.